ഏതൊരു വസ്തുവിനെയും ഒരു പ്രത്യേക വലുപ്പത്തിലേക്ക് ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് അതിന് ചുറ്റും ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സർഫസ് ഉണ്ടാക്കും. ഈ സർഫസ് ഒരു വൺ വേ സ്ട്രീറ്റ് പോലെയാണ്. എന്ത് കാര്യത്തിനും, ഇവൻ പ്രകാശത്തിന് പോലും അതിനകത്തേക്കേ പോകാൻ പറ്റൂ, ഒന്നിനും പുറത്തു വരാൻ പറ്റില്ല. ഇത്ര ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്പേസ് ടൈമിൻ്റെ ഒരു എക്സ്ട്രീം ഫോം ഓഫ് കർവേച്ചറാണ് ബ്ലാക്ക് ഹോളുകൾ. ഉദാഹരണത്തിന് ഭൂമിയെ ഒരു ഇത്രയും വലുപ്പമുള്ള ഭൂമിയെ 1 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു ചെറിയൊരു വലുപ്പത്തിലേക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭൂമിയെ ഒരു ബ്ലാക്ക് ഹോളാക്കി മാറ്റാൻ പറ്റും. അത് ഒരു പ്രത്യേക സർഫസ് ഉണ്ട്. ആ സർഫസിന് കാണാൻ പറ്റുന്നില്ല, നമുക്ക് അറിയുക പോലുമില്ല. പക്ഷേ അതിലേക്ക് അകത്തേക്ക് പോകാൻ മാത്രമേ പറ്റൂ, ഒന്നിനും പുറത്തു വരാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് ഭൂമിയെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല? കാരണം ഭൂമിയെ അത്രയും കംപ്രസ് ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന കുറേ ഫോഴ്സസ് ഉണ്ട്. 2 ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റിപ്പൾഷൻ, ഇതെല്ലാം. അതുകൊണ്ടാണ് നമുക്ക് ഭൂമി കൊളാപ്സ് ചെയ്യാത്തത്. സ്റ്റാർസിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങളിൽ ഈ ഒരു കൊളാപ്സിനെ അറസ്റ്റ് ചെയ്യുന്നത് അതിനകത്തുള്ള വാതകങ്ങളുടെ ചൂടും അത് പുറപ്പെടുവിക്കുന്ന ലൈറ്റിൻ്റെ പ്രഷറുമാണ്. പക്ഷേ ന്യൂക്ലിയർ ഫ്യൂവൽ മുഴുവൻ തീരുകയാണെങ്കിൽ ഈ ഗ്രാവിറ്റിയെ ഓപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സുകളൊന്നും ബാക്കിയുണ്ടാവില്ല. അപ്പോൾ ഗ്രാവിറ്റി ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വസ്തുക്കളെയും വലിയ ചെറിയ റേഡിയസിലേക്ക് കംപ്രസ് ചെയ്യാനാണ്. അങ്ങനെയാണ് ഈ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവുന്നത്.